ഹലോ, വെൽക്കം ടു യൂബാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്നിവിടെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വടയായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാൽ മുട്ട വടയാണ്. ഓക്കെ, അത് നമ്മൾ പരിപ്പുവട, ഉഴുന്നുവട, ഉള്ളിവട അങ്ങനെ പല രീതിയിലുള്ള വടകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വടയാണ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോൾ കട്ട്ലറ്റിൻ്റെ ഏകദേശം ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വട ഇഷ്ടപ്പെടും. അപ്പം ഞാനും കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ കഴിക്കാനും ഇല്ല അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസിൽ ചേർത്തും അത് കഴിക്കാം, അല്ലാതെ വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആ മുട്ട വട ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു പകുതി സവാള, വലിയ സവാള ഉണ്ട്, പകുതി ചെറുതാണെങ്കിൽ ഒന്നിട്ടുള്ളൂ. പിന്നെ ഒരു പച്ചമുളക്, വലിയ പച്ചമുളക്, ചെറുതാണെങ്കിൽ 2 എണ്ണം വേണം. കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഇത്രയും വേണം. പൊടികളൊക്കെ വേണം, പക്ഷേ അത് നമുക്ക് പിന്നെ ചേർക്കുമ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ മുട്ട വന്നിട്ട് ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്യുമല്ലോ, അതിൽ ഈ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തിക്കണം. കണ്ടോ, ഇതുപോലെ 2 മുട്ടയും ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ആ 2 മുട്ടയും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ ഈ സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അത് പച്ചമുളക് ഇട്ട് കൊടുക്കാം, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് പൊടികളൊക്കെ ചേർക്കണം. ഇതിലിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മതി കറി മസാല പൗഡർ. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതിൻ്റെ പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് മാവും കൂടെ ചേർക്കണം. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലമാവ്. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ പച്ചരിപ്പൊടി. 1 ടീസ്പൂൺ പച്ചരിപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലകളും നമ്മളിട്ട ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. മിക്സ് ചെയ്തിട്ടുണ്ട്. മുട്ട ഞാനിതിൽ പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ആ മിക്സിൽ ചേർക്കാനാണ്, അതായത് നമ്മൾ വടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ ചേർക്കാനാണ്. പക്ഷേ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു അര ഭാഗം പോലും വേണ്ട, അതിലും കുറച്ച് മതി. നമുക്ക് ഒരു 1/4 ഭാഗം മതി എഗ്ഗിൻ്റെ. ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് കഴിക്കാം, വേസ്റ്റ് ആക്കണ്ടല്ലോ. വെച്ചാൽ അതൊരു നമ്മളിട്ട പൊടികൾ എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കൊരു നല്ല മയമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ നമുക്കത് കുഴച്ച് ഒരു വടയുടെ ആ രൂപത്തിലെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ അര ഭാഗം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അര ഭാഗം ഒഴിച്ചില്ല കേട്ടോ, ഒരു 1/4 ഭാഗമേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി കുഴയ്ക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വട പോലെ അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. അറിയാമല്ലോ, സാധാരണ വടക്ക് എങ്ങനെയാണല്ലോ. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയുടെ ഒരു 1/4 ഭാഗം ഒഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം. 1/4 ഭാഗം മതി മാക്സിമം. കണ്ടോ, നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട് 1/4 ഭാഗം തന്നെ മതി. അപ്പോൾ ഇതിൽ സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോണേ. എനിക്ക് സാൾട്ട് കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇത് വട പോലെ ഉരുട്ടിയിട്ട്
ഉരുട്ടിയിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലൊരു 7 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണവും ബാക്കിയുള്ള സാധനത്തിൻ്റെയൊക്കെ എണ്ണം കൂട്ടിക്കോണം. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വട ഉണ്ടാക്കാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കിട്ടട്ടെ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും കൂടെ വെന്ത് കിട്ടട്ടെ. അപ്പോൾ 1-2 പ്രാവശ്യം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Thank you.